അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖവും സമാധാനവും ഹൈറും ബറക്കത്തും നിറഞ്ഞ ജീവിതം എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അതായത് ഇത് പെപ്പർ ചിക്കനാണ്, കുരുമുളക് ചേർത്തിട്ടുള്ള ചിക്കൻ. മുളക് പൊടി നമ്മുടെ സാധാ മുളക് പൊടി ഞാൻ ഒട്ടും ഇതിനകത്തോട്ട് ചേർത്തിട്ടില്ല. അതേപോലെ മല്ലിപ്പൊടി ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല, കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഉണ്ടാക്കിയാണ്. അതേപോലെ വേപ്പല അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, മല്ലിയില ചേർത്തിട്ടില്ല. എന്നാലോ അടിപൊളി ടേസ്റ്റാണ്. കസൂരി മേത്തി ചിക്കനൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ മല്ലിയില ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതും വേപ്പിലയും ചൂടാക്കിയിട്ട് പിടിച്ചിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. അതാണ് ഞാൻ ഓരോ ടീസ്പൂൺ വീതം ഇതിലിട്ടേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു മണം വെറൈറ്റി മണമാണ്. അപ്പോൾ അതങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മല്ലിയിലേക്ക് കേടുകൂടാതെ നമ്മൾ പെട്ടെന്ന് കുറച്ച് നാൾ വെക്കുമ്പോൾ തന്നെ അത് ചീത്തയായി പോകില്ല. അങ്ങനെ ചീത്തയാവാതെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പോൾ അതിനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കണം. 4 സവാള ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സവാള 3 പച്ചമുളകും അതേപോലെ തന്നെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സവാള ചേർക്കണം. പിന്നെ ഞാൻ ഇതിനായിട്ട് മെയിനായിട്ട് ചേർത്തേക്കുന്നത് കുഞ്ഞുള്ളി കേട്ടോ. കുഞ്ഞുള്ളിയൊക്കെ നന്നാക്കാൻ ഇച്ചിരി പാടാണ്, എങ്കിലും ചേർക്കും. നമ്മുടെ നാടൻ കറികളിൽ എപ്പോഴും കുഞ്ഞുള്ളി ചേർത്തുണ്ടാക്കുന്ന കറി വളരെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കുഞ്ഞുള്ളി കൊണ്ട് എന്ത് കറി ഉണ്ടാക്കില്ല, അത് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്കത് നന്നാക്കി എടുക്കാനുള്ള മടി കൊണ്ടാണ് സവാള ചേർക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് സവാളയും വേണം കേട്ടോ. മെയിനായിട്ട് കുഞ്ഞുള്ളി മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്രേവി ഉണ്ടാകത്തില്ല. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സവാള ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാള ഒത്തിരി അങ്ങ് ചേർക്കുമ്പോൾ ഒരു മതിരിപ്പ് ഉണ്ടാവും കറിക്ക്. അതിനാണ് നമ്മൾ കുഞ്ഞുള്ളി അതിന് അഡീഷണലായിട്ട് ചേർക്കുന്നത്. കുഞ്ഞുള്ളി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ സവാളയുടെ മതിരിപ്പൊക്കെ മാറി കുഞ്ഞുള്ളിയുടെ ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കുക. അപ്പം നിങ്ങളെപ്പോഴും കുഞ്ഞുള്ളിയും കൂടി കുറച്ച് ചേർക്കാൻ നോക്കണം ഏത് കറി തയ്യാറാക്കുമ്പോൾ. ആ കുഞ്ഞുള്ളി ഞാൻ ചതച്ച് വെച്ചേക്കുന്നതാണ്, അതിട്ടു. സവാള ഒന്ന്, പക്ഷേ ഇത് എല്ലാം നമുക്ക് മൊരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് വാടി കിട്ടിയാൽ മതി, ഒത്തിരി മൊരിച്ചെടുക്കരുത്. വാടി കിട്ടിയിട്ട് അത് വേവിച്ച് കുറുകി വരുമ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് കുറുകി വന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ തയ്യാറാക്കാം. മൊരിക്കരുത്, എണ്ണയിലിട്ട് മൊരിച്ചെടുക്കരുത്. ഇതുപോലെ ഒന്ന് വാടിയാൽ മതി. അത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഉപ്പ് ചേർക്കാം. അല്ലെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും സൈഡൊക്കെ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കും. പിന്നെ അതാ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ പച്ചച്ചവ മാത്രം മാറിയാൽ മതി. വഴറ്റി അതിനെ ഡ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. എന്നിട്ട് അത് ഒന്ന് പച്ചച്ചവയൊക്കെ മാറി വരുമ്പോൾ വേണം നമ്മുടെ പൊടിവർഗ്ഗങ്ങളൊക്കെ ഇടാനായിട്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി മെയിനായിട്ട് ചേർക്കുന്നു. കൂടുതൽ കുരുമുളക് പൊടിയുടെ ഗന്ധമാണ് കേട്ടോ മുന്നിൽ നിൽക്കുന്ന. അതിൻ്റെ സ്മെല്ലിങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചച്ചോവ എല്ലാം മാറണം കേട്ടോ. മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തക്കാളി ഇടരുത്. ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് വഴുവഴുപ്പിൽ കിടക്കും. സവാളയുടെ പച്ചച്ചോവയൊന്നും മാറത്തില്ല. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തേക്കണം. കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി ഞാൻ തയ്യാറാക്കിയതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഞാൻ ഒരിക്കലും മേടിക്കത്തില്ല. കാരണം അതിനകത്ത് മായം ചേർത്ത കുരുമുളക് പൊടിയായിരിക്കും. നമുക്ക് എരിവും ഉണ്ടാകത്തില്ല, മണവും ഉണ്ടാകത്തില്ല. നമ്മൾ വാങ്ങിക്കും. പിന്നെ നമുക്ക് എളുപ്പപ്പണിക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ട് അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കണം. എന്നിട്ട് അതെല്ലാം നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ ചിക്കൻ്റെ ഒരു പിന്നെ മണം ഉണ്ടല്ലോ, ചെറിയൊരു മണം ഉണ്ടാവും ചിക്കന്. അതിപ്പോൾ ഈ മണം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ആ ചിക്കനിലേക്ക് ഒരു പുളിപ്പൊക്കെ പിടിക്കും. ഒത്തിരി പുളിയല്ല കേട്ടോ, ചെറിയൊരു പുളിപ്പൊക്കെ പിടിച്ച് ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചിയായിരിക്കും. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മയത്തിൽ വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്കും ഒന്ന് തിളയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സൂത്രപ്പണിയാണ് പിന്നെ ചെയ്യുന്നത്. അതായത് മല്ലിയിലയും വേപ്പിലയും കൂടി ഡ്രൈ ആക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 ടേബിൾ സ്പൂൺ അതിനകത്തോട്ട് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു മണമായിരിക്കും. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച്
ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർക്കാം കേട്ടോ. അതോടുകൂടി നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി. ഇനി എന്തെങ്കിലും പത്തിരിയോ ചപ്പാത്തിയോ ഇടിയപ്പോ അതേപോലെ തന്നെ പൊറോട്ടയോ നാനോ എന്തെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള പെപ്പർ ചിക്കൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒത്തിരി വിലയാണ്. പക്ഷേ നമുക്ക് വീട്ടിലാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് നമ്മുടെ വൃത്തിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഈ പെപ്പർ ചിക്കൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.